ആ കാണുന്ന പരിക്ക് എത്ര ദിവസം മുന്നേ ഉള്ളതാണ് എന്ന് ICUവിൽ കിടക്കുന്ന ആരോഗ്യമന്ത്രി ഒന്ന് വ്യക്തമാക്കിയ നല്ലതാണ്. ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ആശുപത്രി ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം കത്രിക കട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് പത്രത്തിൽ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച ഒരു ചിത്രത്തിൽ ഉൾപ്പെടെ ഈ പറഞ്ഞ ആരോഗ്യമന്ത്രിയുടെ കയ്യിൽ നിങ്ങൾ എല്ലാവരും ഫോക്കസ് ചെയ്ത് കാണിച്ച ആ പരിക്കുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പത്രത്തെയോ മറ്റ് ചാനലിനെയോ ഒന്നും വിശ്വാസമില്ലെങ്കിൽ കൈരളി തന്നെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ മന്ത്രിയുടെ ഒരു അഭ്യാസ പ്രകടനം ഉണ്ടായല്ലോ. അവിടെ ഒരു കോപ്രായ നാടകമൊക്കെ അരങ്ങേറിയല്ലോ. മന്ത്രി വീണ ജോർജ് ഈ പറഞ്ഞ ഉഡായിപ്പ് തറക്കല്ലിടലും ഉദ്ഘാടനമൊക്കെ നടക്കുന്നതിനിടയിൽ അവിടെ പ്രതിഷേധം ഉണ്ടായപ്പോൾ അന്ന് കൈരളി പുറത്ത് വിട്ട വിഷ്വലിന്റെ ഭാഗമായുള്ള ചിത്രങ്ങളിലും മന്ത്രിയുടെ കയ്യിലെ ആ പോറൽ കാണാം. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇതാ കഴുത്തിലും കൈക്കും ഒക്കെ പരുക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കൊട്ടിഘോഷിച്ചത്. ഇന്ന് ഈ പറഞ്ഞ കണ്ണൂരിൽ രാവിലെ നടന്ന പരിപാടിയിലും മുഖ്യമന്ത്രിയുടെ കൂടെ ഉൾപ്പെടെ പങ്കെടുക്കുമ്പോൾ നടന്ന പരിപാടിയിലും ഈ പറഞ്ഞ പരിക്കുള്ളതായി കാണാം. ഇനി മറ്റൊരു ചിത്രം കൂടി മഞ്ജുഷയെ കാണിക്കാം. ഇതിൽ ഞാനൊരു ഭാഗം നോട്ട് ചെയ്തിട്ടുണ്ട്, മഞ്ജുഷ കണ്ടിട്ടുണ്ടാകും. മഞ്ജുഷ, ഈ ദൃശ്യങ്ങൾ എന്താ പറയുക? ഇത് ആരോഗ്യമന്ത്രി ഇന്ന് മട്ടന്നൂരിൽ പങ്കെടുത്ത ചടങ്ങുമായി ബന്ധപ്പെട്ട മട്ടന്നൂരിൽ ഏകദേശം പ്രതിഷേധം ഉണ്ടാകുന്നതിന് 3 മണിക്കൂർ മുമ്പ് ബഹുമാനപ്പെട്ട കേരളത്തിലെ ആരോഗ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയുടെ ദൃശ്യങ്ങൾ, ഫോട്ടോസ് ആണ് ഞാൻ ഇവിടെ കാണിച്ചത്. അങ്ങനെയെങ്കിൽ ഈ ദൃശ്യങ്ങൾ വളരെ കൃത്യമാണ്. ആരോഗ്യമന്ത്രിയുടെ കൈക്ക് 3 മണിക്കൂർ മുമ്പും പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തന്റെ കൈക്കും പെടലിക്കും ഒക്കെ പരിക്കേറ്റു എന്ന് പറയുമ്പോൾ വീണ ജോർജ് വളരെ സ്നേഹപൂർവ്വം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, സഹതാപ തരംഗം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വീണ ജോർജിന്റെ പഴയ സഹപ്രവർത്തകൻ നികേഷ് കുമാർ AKG സെന്ററിൽ ഇന്ന് കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച നാടകം പാളിയിരിക്കുന്നു, പൊളിഞ്ഞിരിക്കുന്നു എന്ന ഈ ഘട്ടത്തിൽ സ്നേഹപൂർവ്വം